എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കിയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്നാണ് മുന്നറിയിപ്പിൽ മാറ്റം വരുന്നത്. മഴ ഉണ്ടാകുന്നതും അതുപോലെ തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, അംഗനവാടികൾ, CBSE, ICSE സ്കൂളുകൾ എല്ലാവർക്കും അവധി ബാധകമാണ്. കോഴിക്കോട് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ 4-ാം തീയതി അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്നതിനാലും പ്രളയ ബാധിത ക്യാമ്പുകൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 4/8/2026 അവധിയാണ് എന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. അതേസമയം വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ സ്കൂളുകൾക്കും ഓഗസ്റ്റ് 4-ാം തീയതി അവധി ആയിരിക്കും എന്ന് വയനാട് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന മറ്റ് ജില്ലകളിലെ അറിയിപ്പുകൾ എത്തിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതുണ്ടാകും. കൂടുതൽ ജില്ലകളിൽ അവധി അറിയിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വരും വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. മഴക്കെടുതിയിൽ ഇതുവരെ 15 ആൾ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുപോലെ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നവർക്കും 10,000 രൂപ നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിന് 2 പേർക്ക് എന്നുള്ള നിലയ്ക്ക് ദിവസവും 300 രൂപ വീതം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് താമസിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് SDRF ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും CMDRFിൽ നിന്നും 2 ലക്ഷം രൂപയും PMNRFിൽ നിന്നും 2 ലക്ഷം രൂപയും ചേർത്ത് 8 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കും. വീടുകൾ പൂർണ്ണമായും തകർന്നവർക്ക് തുക 4 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷം രൂപയാക്കിയും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത് എത്രയാണ് എന്ന് ഉറപ്പുവരുത്തി അറിയിക്കാം എന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.